വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇവനും ഇവൾക്കും ഒരു വിശുദ്ധയാകാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്ന് സ്വന്തം ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് വിശുദ്ധരായ ആളുകളുടെ ജീവിതത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് ലോകത്തോട് പറഞ്ഞു. ദൈവമേ, അവിടുന്ന് എന്നെ അങ്ങേക്ക് വേണ്ടി സൃഷ്ടിച്ചു. അങ്ങിൽ എത്തിച്ചേർന്നാലല്ലാതെ എൻ്റെ ആത്മാവ് സ്വസ്ഥതയടയുകയില്ല എന്ന് അഗസ്തീനോസ് പ്രഘോഷിച്ചു. തൻ്റെ ജീവിതത്തിലെ തിക്തമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും താൻ നേരിട്ട പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലുമൊക്കെ ദൈവത്തിൻ്റെ കാരുണ്യം തന്നോടുകൂടി ഉണ്ടായിരുന്നു. തൻ്റെ വാത്സല്യ അമ്മയുടെ പ്രാർത്ഥനയും ഭക്തിയും പ്രവർത്തനങ്ങളും അതിനേറെ സഹായകമായിരുന്നു. അഗസ്തീനോസ് ഒരു വിശുദ്ധനായി മാറിയെങ്കിൽ, പാപി പരിശുദ്ധനായി മാറിയെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെട്ടു പോകാതെ തമ്പുരാനിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ വിശുദ്ധ അഗസ്തീനോസ് നമ്മെ ക്ഷണിക്കുകയാണ്. ക്രിസ്തുവർഷം 354-ാം ആണ്ട് നവംബർ മാസം 13-ാം തീയതി ആഫ്രിക്കയിലെ അഗസ്തേ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഈ സ്ഥലം ഇപ്പോൾ അൾജീരിയയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വിജാതീയനായ ഒരു മുനിസിപ്പൽ ഓഫീസറായിരുന്നു പട്രീഷ്യസ് ഔറേലിയസ്. അമ്മ ഒരു ക്രിസ്തീയ ഭക്തയായ മോനിക്കയായിരുന്നു. പിതാവ് മരണത്തിനു മുമ്പ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുവാൻ കാരണമായി എന്നുള്ളത് അമ്മ മോനിക്കായുടെ വിശുദ്ധ ജീവിതത്തിലൂടെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അഗസ്തീനോസ് മാനസാന്തരപ്പെട്ട് ഒരു നല്ല മനുഷ്യനായി മാറുവാൻ ഈ അമ്മയുടെ പ്രാർത്ഥനയും പരിത്യാഗവും സഹായകമായി എന്നുള്ളത് നാം വിസ്മരിക്കരുത്. നിരവധി ആളുകളുടെ, അത് കുടുംബാംഗങ്ങളാകാം, സമർപ്പിതരാകാം, നാം പ്രതീക്ഷിക്കാത്ത ആളുകളാകാം, അവരൊക്കെ നമുക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയും ഉപവാസവും തപശ്ചര്യകളുമൊക്കെയാണ് ഇന്ന് നമ്മയൊക്കെ ഈ നിലയിൽ നിലനിർത്തുന്നത് എന്ന് കാണുമ്പോൾ നിശ്ചയമായും അഗസ്തീനോസിൻ്റെ ജീവിതം നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ സഹായകമായ ഒന്നാണ് എന്നുള്ളതിൽ സംശയമില്ല. അഗസ്തയിൽ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ദേഹം ഉപരിപഠനത്തിനായി കാർത്തേജിലേക്ക് പോകുന്നു. മാതാപിതാക്കളെ വിട്ട് ദൂരസ്ഥലത്ത് പോകുമ്പോൾ ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് എന്ന കാഴ്ചയിൽ നിന്ന് അകലുമ്പോൾ മനസ്സിൽ നിന്ന് അകലുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായി അഗസ്തീനോസ് മാറുകയാണ്. അവിടെ മാതാപിതാക്കൾ കൂടെയില്ല, പരിചിതരായ ആളുകൾ കൂടുതലില്ല. അപ്പോൾ ആരും കാണില്ല എന്നുള്ള രീതിയിൽ അധാർമികമായ ജീവിതം നയിക്കുവാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുകയാണ്. വിവാഹം കഴിക്കാതെ തന്നെ
ഒരു പെൺകുട്ടിയെ കൂടെ താമസിപ്പിച്ചു, ഒരു കുഞ്ഞിന് ജന്മം നൽകി. അതെയോ ദാത്തൂസ്, ദൈവം തന്നത് എന്നുള്ള ഒരർത്ഥത്തിൽ ആ കുഞ്ഞിനെ അദ്ദേഹം വളർത്തുകയാണ്. 373 ആണ്ടിൽ മനിക്കേയൻ മതത്തിൽ ചേർന്ന് ഇറാനിയൻ ഒരു തത്വചിന്ത രൂപപ്പെടുത്തിയതായ മതസംസ്കാരമാണത്. ലോകത്തിൻ്റെ നന്മയും തിന്മയും വെളിച്ചത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ശക്തികളാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് ഈ രണ്ട് ശക്തികളെക്കുറിച്ചുമുള്ള വാദമാണ് അവിടെ കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത്. ഡ്യൂവലിസ്റ്റിക് ചിന്താഗതി എന്ന് അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് സ്വീകാര്യമാണ് എന്ന് തിരഞ്ഞെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ അത്ര തൻ്റെ മനസാക്ഷി വ്യത്യസ്തമായി മാറിയ ഒരു സാഹചര്യമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. തൻ്റെ സങ്കീർണമായ അന്വേഷണങ്ങൾക്ക് വ്യക്തമായ മറുപടി മനിക്കേസം നൽകുമെന്ന് ചിന്തിച്ചു, പക്ഷേ അതിന് നൽകാൻ സാധിച്ചില്ല. എന്നാൽ അവരുടെ പ്രബോധനവും ജീവിതവും തമ്മിലുള്ള അന്തരം, കപടഭക്തി ആ മതത്തിൽ നിന്ന് അഗസ്റ്റിനെ പിന്തിരിപ്പിക്കുവാൻ കാരണമായി. 375 കാലഘട്ടങ്ങളിൽ അദ്ദേഹം പ്രസംഗിക്കുവാനുള്ള കല ആർജിക്കുന്നതിന് വേണ്ടി തഗാസ്തയിലേക്ക് തിരിച്ചുപോയി അവിടെ പോയി പ്രസംഗകലയൊക്കെ അഭ്യസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം. 375 മുതൽ 383 വരെ കാർത്തേജിൽ പഠിക്കുകയാണ്. 383 അഗസ്റ്റിൻ റോമിലേക്ക് പോകുന്നു. 384 മിലാനിൽ ഒരു അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നു. മനിക്കേയസത്തിൽ ജീവിച്ച അഗസ്റ്റിൻ തൻ്റെ അമ്മയെ മോനിക്കയ്ക്ക് വളരെ വേദന കൊടുക്കുകയാണ്. അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മെത്രാൻ പറഞ്ഞു, നിൻ്റെ കണ്ണുനീരിൻ്റെ ഫലം വ്യർത്ഥമായി പോവുകയില്ല. ഈ വാക്കുകൾ മോനിക്കയ്ക്ക് വലിയ ആശ്വാസം ലഭിച്ചു. തൻ്റെ മകന് വേണ്ടി തീവ്രമായി പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവൾ ജീവിച്ചു. മിലാനിൽ അധ്യാപകനായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ അഗസ്റ്റിൻ അമ്മയുമായി രമ്യപ്പെടുകയാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം അതുവരെ മറ്റുള്ളവർ തൻ്റെ മകനെക്കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ അവളുടെ ഹൃദയം പിളരുന്ന ഒരനുഭവത്തിലായിരുന്നു എങ്കിൽ മിലാനിൽ അധ്യാപകനായി വന്ന ശേഷം ഈ മകൻ അമ്മയുമായി രമ്യപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ അവൾക്കുള്ള സന്തോഷം ഏറെ വലുതായിരുന്നു. പരമമായ സത്യത്തെ പുൽകുവാനുള്ള വെമ്പൽ അഗസ്റ്റിൻ കാണിച്ചു. അംബ്രോസിയൻ പ്രസംഗങ്ങളും ആ അംബ്രോസിയൻ സമൂഹത്തിൽ പിൻഗാമിയായി കടന്നു വന്ന തൻ്റെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ച സിംപ്ലിച്ചിക്കോസ് എന്ന് പറയുന്ന ഒരു വൈദികൻ്റെ ജീവിത മാതൃകയും ഒക്കെ അഗസ്റ്റിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പര്യാപ്തമായി. എല്ലാറ്റിനുമുപരി വേദപുസ്തക വായനയും തൻ്റെ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയും അഗസ്റ്റിനെ സത്യത്തിലേക്ക്, കത്തോലിക്ക സഭയിലേക്ക് ആനയിക്കുവാൻ കാരണമായി. ക്രിസ്തീയ സന്യാസത്തിൻ്റെ മഹത്തായ മാതൃക ആൻ്റണി ഓഫ് ദി ഡെസേർട്ട്, വനത്തിലെ അന്തോണിയിൽ നിന്നും, വിശുദ്ധനായ അന്തോണിയിൽ നിന്നും മനസ്സിലാക്കിയ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ്, അവനും അവൾക്കും വിശുദ്ധയാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ? അത് തൻ്റെ മനസ്സിനെ കൂടുതൽ മതിച്ചുകൊണ്ട് കൂടുതൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ തമ്പുരാൻ നമുക്ക് നൽകുന്ന അവസരമായി കാണുകയാണ്. തന്നിൽ തന്നെ ആശ്രയിക്കുമ്പോൾ താൻ പാപത്തിൽ വീഴുന്നു. എന്നാൽ അവിടുന്ന് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ പാപജീവിതത്തിൽ നിന്ന് വിട്ടകലുവാൻ സാധിക്കുന്നു. ഉള്ളതും ഉള്ളുമറിയുന്ന, സർവ്വതും കാണുവാൻ കഴിയുന്ന ദൈവത്തിൽ നിന്നും ഒന്നും ഒളിച്ചു വയ്ക്കുവാനോ മറച്ചു വയ്ക്കുവാനോ ഇല്ല എന്നുള്ള സത്യം അഗസ്റ്റിൻ അംഗീകരിക്കുകയാണ്.
ഒരു ദിവസം അഗസ്റ്റിൻ തൻ്റെ ഉദ്യാനത്തിൽ ആയിരുന്നപ്പോൾ തൻ്റെ പാപത്തെക്കുറിച്ച് അദ്ദേഹം വിലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശ്രുതിമധുരമായ ഒരു ഗാനം കേൾക്കുവാനിടയായി. അദ്ദേഹത്തോട് ഒരു സ്വരം എടുത്തു വായിക്കുക എന്ന് പറയുന്നു. അതായിരുന്നു ആ പാട്ടിൻ്റെ സാരം. അദ്ദേഹം വേദപുസ്തകം എടുത്ത് വായിച്ചപ്പോൾ റോമാക്കാർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 13-14 വാക്യങ്ങളാണ് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഇപ്രകാരം പറയുകയാണ്: പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തികളിലോ കലഹങ്ങളിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവീൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവീൻ. എത്ര വലിയ ഒരു മാറ്റത്തിനുള്ള ആഹ്വാനമാണ് ലഭിച്ചിരിക്കുന്നത്. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. ഇന്ന് അന്ധകാരത്തിൻ്റെ മറവിലാണ് എല്ലാ അകൃത്യങ്ങളും അന്യായങ്ങളും അക്രമങ്ങളും ഒക്കെ നടക്കുന്നത്. പകൽ സമയം ആരും കാണുന്നില്ല എന്നുള്ള നിലയിൽ അക്രമങ്ങളും അന്യായങ്ങളും അധാർമികതയും ഒക്കെ നടത്തുന്ന ആളുകളുമുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. അതുകൊണ്ട് പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപത, എത്രയേറെ സുഖിച്ചിട്ടും മതി വരാത്ത നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ നൈമിഷികമായ സുഖങ്ങളുടെ പിന്നാലെ പരക്കം പായുന്ന ഒരു സമൂഹത്തെ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സുഖലോലുപതയിലോ മദ്യലഹരിയിലോ, മദ്യപാനം, മയക്കുമരുന്ന് ഒക്കെ ഇന്ന് എത്ര വ്യക്തികളാണ് നശിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ മയക്കുമരുന്നുകൾക്ക് അടിമകളായി മാറുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ മുതൽ മദ്യപിക്കുവാൻ തുടങ്ങുന്നു. അതിൻ്റെ സംലഭ്യത കൂടി വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഉപയോഗവും കൂടി വന്നുകൊണ്ട് മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മദ്യലഹരി അവൻ്റെ ബുദ്ധിയെ നശിപ്പിച്ചവനെ മൃഗമാക്കി മാറ്റുന്ന ഒരു പ്രവണതയാണെന്ന് മനസ്സിലാക്കുവാൻ അഗസ്റ്റിന് കഴിഞ്ഞു. അവിഹിത വേഴ്ചയിൽ, അനുവദനീയമല്ലാത്ത ജീവിതം നയിക്കുന്നത് വഴി ലൈംഗികമായ ചൂഷണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ അതൊന്നും ഒരു പരിഹാരമായിട്ട് മാറ്റിയെടുക്കുവാൻ സാധ്യമല്ല. കലഹങ്ങൾ പല കാരണങ്ങളാൽ ഉണ്ടാകുന്നു. പണത്തിനു വേണ്ടി, പെണ്ണിനു വേണ്ടി, വസ്തുവിനു വേണ്ടി ഒക്കെയുള്ള കലഹങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം അഗസ്റ്റിന് ലഭിച്ച ഈ കൊരിന്തോസ്കാർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ കാതലായ മാറ്റമുണ്ടാക്കുവാൻ സഹായമാണ് എന്നുള്ളതിൽ സംശയമില്ല. 387-ാം ആണ്ട് ഏപ്രിൽ 25-ാം തീയതി വിശുദ്ധ വാരത്തിലെ വലിയ ശനിയാഴ്ച മിലാൻ കത്തീഡ്രലിൽ വെച്ച് വിശുദ്ധ അംബ്രോസ് എന്ന അദ്ദേഹം അവിടുത്തെ ബിഷപ്പായിരുന്നു, അഗസ്റ്റിനെയും അദ്ദേഹത്തിൻ്റെ മകൻ അദിയോദാത്തോസിനെയും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് സ്വീകരിക്കുന്നു. തുടർന്ന് വാത്സല്യനിധിയായ അമ്മ റോമിൽ വെച്ച് മരിക്കുന്നു. ആ അമ്മയുടെ ദൗത്യം നിറവേറ്റപ്പെട്ടു. തൻ്റെ മകൻ്റെ മനസ്സാന്തരം 38 വർഷത്തെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയുടെ ഫലം കണ്ടെത്തി സന്തോഷത്തോടു കൂടിയാണ് ഈ ദാസിയെ സമാധാനത്താൽ വിട്ടയച്ചാലുമെന്ന മനോഭാവത്തിൽ മോനിക്ക പുണ്യവതി ഈ ലോകത്തെ വിട്ട് കടന്നു പോകുന്നത്. അഗസ്റ്റിൻ 388-ൽ തിരികെ എത്തുന്നു. സുഹൃത്തുക്കളോടൊപ്പം സന്യാസ ജീവിതം ആരംഭിക്കുന്നു. 390-ൽ തൻ്റെ പ്രിയ മകൻ ഈ ലോകത്തെ വിട്ട് കടന്നു പോകുന്നു. അമ്മയുടെയും മകൻ്റെയും മരണം അഗസ്റ്റിനെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുവാൻ സഹായകമായി.
മാനുഷിക സ്നേഹങ്ങളെല്ലാം നശ്വരമാണെന്നും ദൈവിക സ്നേഹം മാത്രമേ അനശ്വരമായിട്ടുള്ളൂ എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഹിപ്പോയിലെ മെത്രാൻ വലേറിയസ് പ്രായാധിക്യത്താൽ രൂപതാഭരണം അഗസ്റ്റിനെ ഏൽപ്പിക്കുകയാണ്. 395 ആണ്ടിൽ ഹിപ്പോയുടെ സഹായമെത്രാനായി അദ്ദേഹം അവരോധിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ: ഞാൻ നിങ്ങളോടൊപ്പം ഒരു ക്രിസ്ത്യാനിയും നിങ്ങൾക്ക് വേണ്ടി ഒരു മെത്രാനുമാണ്. നമ്മുടെ വേദനകളും യാതനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അറിയാത്ത ഒരു പ്രധാന ആചാര്യനല്ല നമുക്കുള്ളത് എന്ന് സൂചിപ്പിച്ചതുപോലെ മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സമൂഹത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു മെത്രാനാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഒരാൾ പുരോഹിതനായോ മെത്രാനായോ ഒരു സമർപ്പിതയായോ ഒക്കെ അഭിഷേകം ചെയ്യപ്പെടുന്നത്. അത് ഒരിക്കലും വിസ്മരിക്കരുത്. അജപാലനത്തോടൊപ്പം പ്രഘോഷണത്തിനും പ്രബോധനത്തിനും സാധുജന സേവനത്തിനും സാഹിത്യരചനയ്ക്കും അഗസ്റ്റിൻ സമയം കണ്ടെത്തി. അന്നുവരെ ഒരു സ്ഥിരമായ ജീവിതമില്ലാതിരുന്ന അദ്ദേഹം ഒരു കത്തോലിക്കനായി മാറിയതിന് ശേഷം ആശ്രമ ജീവിതം, വനത്തിലെ അന്തോണിയോസിൻ്റെ ജീവിതം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ കണ്ടെത്തി അനുഭവിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രഘോഷണത്തോടൊപ്പം പ്രബോധനത്തിനും സാധുജന സേവനത്തിനും സാഹിത്യരചനയ്ക്കും സമയം കണ്ടെത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരഗസ്റ്റിനെ നാം കണ്ടെത്തുകയാണ്. സമയമില്ല എന്ന് നമുക്ക് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാവില്ല. ടൈം ആൻഡ് ടൈഡ്സ് വെയിറ്റ്സ് ഫോർ നോ മാൻ. സമയവും അലകളും ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ല. അതുകൊണ്ട് ദൈവം തരുന്ന ഓരോ അവസരങ്ങളെയും നന്നായി വിനിയോഗിച്ചുകൊണ്ട് ദൈവമഹത്വത്തിനായി ജനനന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം എന്ന് അഗസ്റ്റിൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പരസ്യമായ സംവാദങ്ങളിലൂടെയും പ്രഭാഷണത്തിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും സഭയുടെ ശത്രുക്കളെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് അഗസ്റ്റിൻ. മനിക്കേയിസം, ഡൊണാറ്റിസം, പെലേജിയസം എന്നീ ക്രൈസ്തവ വിരുദ്ധ ചിന്താധാരകളെ അഗസ്റ്റിൻ ഖണ്ഡിച്ചു. അങ്ങനെ അഗസ്റ്റിൻ വരപ്രസാദത്തിൻ്റെ ഡോക്ടർ ഓഫ് ഗ്രേസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ദൈവപിതാവ് തന്നോട് കാണിച്ച കാരുണ്യം പോലെ അഗസ്റ്റിനും മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുവാൻ തുടങ്ങി. ജീവിതത്തിലെ അത്യാവശ്യങ്ങൾ നിറവേറ്റുവാൻ ബുദ്ധിമുട്ടുന്നവർ ഈ ലോകത്തിലുള്ളിടത്തോളം ആർഭാടങ്ങൾക്ക് വേണ്ടി പണം വ്യയം ചെയ്യരുതെന്ന്, അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അത് പാപമാണെന്ന് അഗസ്റ്റിൻ പഠിപ്പിച്ചു. ധാരാളിത്വത്തിൽ ജീവിക്കുന്നവർ മറ്റുള്ളവരുടെ അവകാശം കവർന്നെടുക്കുന്നതാണെന്ന് അഗസ്റ്റിൻ കുറ്റപ്പെടുത്തി. ഓരോരുത്തരും അത്യാവശ്യമായിട്ടുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മിച്ചമുള്ളത് ദരിദ്രർക്ക് ഭാഗം ചെയ്യണമെന്ന് അഗസ്റ്റിൻ പഠിപ്പിച്ചു. അഗസ്റ്റിൻ ഒരേ സമയം ഒരു തത്വശാസ്ത്രജ്ഞനും ദൈവശാസ്ത്രജ്ഞനുമായി മാറുവാൻ കഴിഞ്ഞ വ്യക്തിയാണ്. സഭാശാസ്ത്രം, ദൈവശാസ്ത്രം തുടങ്ങിയ എല്ലാ മേഖലകളിലും അഗസ്റ്റിൻ സ്വാധീനം ചെലുത്തി. അരിസ്റ്റോട്ടലിൻ്റെയും പ്ലേറ്റോയുടെയും തെർത്തുല്യൻ്റെയും ഒറിജിൻ്റെയും ഒക്കെ പ്രബോധനങ്ങളുടെ ഏറ്റവും വിശിഷ്ടമായ അംശങ്ങൾ ഒരാളിൽ ഒരുമിച്ച് ചേരുന്നുവെങ്കിൽ അത് വിശുദ്ധ അഗസ്തീനോസിലാണ്. കത്തോലിക്ക സഭയും പ്രോട്ടസ്റ്റൻ്റ് സഭകളും അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര പാരമ്പര്യം ഏറെ അഭിമാനത്തോടുകൂടി പങ്കിടുന്നതായി നമുക്ക് കാണാൻ കഴിയും. ചെറുതും വലുതുമായ 232 പുസ്തകങ്ങൾ അഗസ്റ്റിൻ രചിച്ചിട്ടുണ്ട്. ഉള്ളടക്കത്തിലും ശൈലിയിലും സാഹിത്യ സംഭാവനകൾ മികച്ചതാണ്. നവപ്ലേറ്റോണിക് തത്വശാസ്ത്രത്തെ ക്രിസ്തീയവൽക്കരിച്ചുകൊണ്ട് അഗസ്റ്റിൻ്റെ തത്വശാസ്ത്ര മേഖലയിലെ സംഭാവന ഏറെ ശ്ലാഘനീയമാണ്. സന്തോഷപ്രദമായ ജീവിതം, തിന്മയും ദൈവപരിപാലനയും, ആത്മാവിൻ്റെ അനശ്വരത തുടങ്ങിയ 8 വലിയ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ അഗസ്റ്റിൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രധാനപ്പെട്ടത് ദൈവനഗരം സിറ്റി ഓഫ് ഗോഡാണ്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് 15 ഗ്രന്ഥങ്ങൾ അഗസ്റ്റിൻ എഴുതി. ദൈവം തന്നിൽ തന്നെ നന്മയാണെന്നും പഴയ നിയമം ദൈവവചനം തന്നെയാണെന്നും യേശുക്രിസ്തു പൂർണ്ണ ദൈവവും മനുഷ്യനുമാണെന്നും അഗസ്റ്റിൻ പഠിപ്പിച്ചു. വേദപുസ്തകത്തിലെ ഒട്ടുമിക്ക പുസ്തകങ്ങളും അഗസ്റ്റിൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വാച്യാർത്ഥത്തിലാണ് ഭൂരിഭാഗം വ്യാഖ്യാനങ്ങളും. എന്നാൽ ചിലപ്പോൾ അന്യോപദേശ രൂപത്തിലും വ്യംഗ്യാത്മകതയാലും അഗസ്റ്റിനത് വിശദീകരിച്ചിട്ടുണ്ട്. ക്രിസ്തീയ വേദസംഹിത, ദി ഡോക്ട്രീന ക്രിസ്റ്റീന, വേദപുസ്തക വ്യാഖ്യാനം സംബന്ധമായ അഗസ്റ്റിൻ്റെ പ്രധാന രചനയാണ്. രക്ഷിക്കപ്പെടാൻ സാധിക്കാത്ത വിധം ആരും നശിച്ചു പോയിട്ടില്ലെന്നും ദൈവത്തിന് അനന്തമായ കൃപയോട് സഹകരിച്ചാൽ എത്ര കൊടിയ പാപിക്കും വിശുദ്ധനായി തീരാമെന്നും അഗസ്റ്റിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. ഏകദേശം 17 വർഷത്തോളം പാപത്തിന് ചെളിക്കൊണ്ട് കിടന്ന ശേഷം 43 വർഷത്തോളം വിശുദ്ധ ജീവിതം നയിച്ച് പരമപരിശുദ്ധനായി ദൈവത്തിൽ അഗസ്റ്റിന് വിലയം പ്രാപിക്കുകയാണ് 430 ഓഗസ്റ്റ് മാസം 28-ാം തീയതി. അദ്ദേഹം അനുതാപത്തിൻ്റെ സങ്കീർത്തനം 51-ാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ദൈവമേ, എന്നിൽ കനിയണമേ, എന്നോട് ദയ തോന്നണമേ, അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്തവണ്ണം എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണം. അവസാന സമയം വരെ അഗസ്റ്റിൻ അനുതാപ സങ്കീർത്തനം ഉരുവിട്ടുകൊണ്ടിരുന്നു. ദൈവമേ, ഞങ്ങളെ അങ്ങേക്ക് വേണ്ടി സൃഷ്ടിച്ചു. അങ്ങിലെത്തിച്ചേർന്നാലല്ലാതെ എൻ്റെ ആത്മാവ് സ്വസ്ഥതയടയുകയില്ല. പ്രിയ സഹോദരങ്ങളെ, നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവർ സ്വീകരിക്കുന്നവർക്ക് അനുഗ്രഹവും അവരെ സ്വീകരിക്കാത്തവർക്ക് ശിക്ഷയും ഈശോ വാഗ്ദാനം ചെയ്യുന്നു. അയക്കപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ എന്തൊക്കെയാണ്? അവരോട് ആതിഥ്യ മര്യാദ കാണിക്കുക, അവരുടെ വചനം ശ്രവിക്കുക. അവരെ ശിഷ്യരെ സ്വീകരിക്കുന്നവർ തന്നെ തന്നെയും പിതാവിനെയും സ്വീകരിച്ചതായി യേശു പറയുന്നു. പ്രവാചകനെ പ്രവാചകനായും നീതിമാനായും സ്വീകരിക്കുന്നവർ അയക്കപ്പെട്ടവരിൽ ദൈവവുമായുള്ള ബന്ധം തിരിച്ചറിയുന്നു. അവരെ ദൈവം അയച്ചവരായി സ്വീകരിക്കുന്നവർക്ക് ദൈവം പ്രവാചകൻ്റെയും നീതിമാൻ്റെയും പ്രതിഫലം നൽകുന്നു. പ്രവാചകന്മാർ കാലാകാലങ്ങളിൽ മനുഷ്യനെ ദൈവഹിതം അറിയിക്കുവാനായി അയക്കപ്പെട്ടവരാണ്. സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ശിഷ്യരെയാണ് യേശു ചെറിയവനെന്ന് വിശേഷിപ്പിക്കുന്നത്. മാനസാന്തരപ്പെട്ട ശിശുക്കളെപ്പോലെ ആകുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് അവിടുന്ന് പറയുന്നു. അവരെപ്പോഴും വിജാതീയരിൽ നിന്ന് ആതിഥ്യം സ്വീകരിക്കേണ്ടവരും അവർക്ക് ദൈവികമായ ദൗത്യമുണ്ടെന്ന് മനസ്സിലാക്കി അവർക്ക് ഏറ്റവും ചെറിയ സഹായം ചെയ്യുന്നവർക്കും പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഇതുപോലെയുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 5-ാം വാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ ഇത്തരം വാഗ്ദാനങ്ങൾ സുവിശേഷ പ്രഘോഷകർക്ക് പ്രചോദനം നൽകുന്നവയാണ്. വിശുദ്ധ അഗസ്തീനോസ് തമ്പുരാൻ്റെ കരുണയും സ്നേഹവും ഔദാര്യവും അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തൻ്റെ ജീവിതം ധന്യമായ ഒരു ജീവിതമാക്കി തീർക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ആരെയും അവഗണിക്കാൻ പാടില്ല. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവരിലും ഒരു മാറ്റത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന്, എല്ലാവരിലും ഒരു വിശുദ്ധൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ഓരോ പാപിയും തിരിച്ചറിയുവാനും തൻ്റെ ജീവിതത്തെ അതിനനുയോജ്യമായ രീതിയിൽ ദൈവവുമായും മനുഷ്യരുമായും മനസാക്ഷിയുമായും ഈ പ്രപഞ്ചവുമായും ഐക്യപ്പെടുത്തുവാൻ വിശുദ്ധ അഗസ്തീനോസിൻ്റെ മാതൃക നമ്മെ സഹായിക്കട്ടെ.